പൂക്കളും പുഴകളും പൂങ്കിനാവിൻ ലഹരിയും ഭൂമി സുന്ദരം. ആക്ടർ ശ്രീനിവാസൻ ഐക്കോണിക് ആക്കിയ ഒരു സീനിലെ മനോഹരമായ പാട്ട്. ഇന്ന് ആ മൂഡിലുള്ളൊരു വ്ളോഗാണ്. ഒരു കുട്ടി നടത്തം. ഇതാണ് പിയോണി. നല്ല മണമുള്ള ഒരു പൂവാണ്. ഇവിടെ റെയറാണ് മണമുള്ള പൂവ്. ഇത് പല കളേഴ്സിലുണ്ട്. അങ്ങനെ ഇന്ന് തണുപ്പ് ഇത്തിരി കൂടുതലുള്ളതുകൊണ്ട് ജാക്കറ്റൊക്കെ ഇട്ട് ഇറങ്ങി. മേപ്പിൾ ട്രീയുടെ സീഡ്സാണ്. അതിങ്ങനെ കൊലയായി നിൽക്കുന്നു. അതുമാത്രമല്ല, അതവിടെ ഇങ്ങനെ തറയി വീണ് കിടക്കുന്നുണ്ട്. ഇങ്ങനെ കുറേ സീഡ്സ് ഇവിടെ കിടക്കുന്നുണ്ട്. ഇവിടെ മാത്രമല്ല, അത് ഇങ്ങനെ നിരന്ന് നമുക്ക് നടക്കുമ്പോൾ കാണാൻ പറ്റും. ഇങ്ങനെ സീഡ്സ് ചെതറി പോകണം. കട്ടിൻ്റെ സാധനം ചുറ്റണ പോലെ ഇങ്ങനെ ചുറ്റിയാണ് വീഴുന്നത്. അപ്പം മാക്സിമം അത് എനിക്ക് തോന്നുന്നു ദൂരെ പോകാൻ പറ്റും. റോബിൻസ് ഏറ്റവും കൂടുതൽ കാണുന്ന സമയമാണ് സ്പ്രിങ്. അല്ലാത്തപ്പോഴുണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കൂടുന്നു അല്ലെങ്കിൽ കളിക്കുന്നു. 5 റോബിൻസ് ഉണ്ട് ഇപ്പം എൻ്റെ ഫ്രെയിമിൽ. കാണാമോ? തോന്നുന്നതെല്ലാം കൂടുതൽ മെയിൽ റോബിൻസ് ആവാനാണ് ചാൻസ്. കാരണം കുറച്ചുകൂടെ ബ്രൈറ്റാണ്. അവരുടെ ദേഹത്തിൻ്റെ കളർ കുറച്ചുകൂടെ ബ്രൈറ്റ് ഓറഞ്ചിഷ് ആണ്. ഫീമെയിൽ റോബിൻസ് ആണെങ്കിൽ കുറച്ചുകൂടെ ലൈറ്റർ കളറാണ്. ഇതുപോലെ ഇരിക്കും. ഇതൊക്കെ ഈ ഫെർട്ടിലൈസറൊക്കെ ഇട്ടിട്ട് ഫ്ലാഗ്സ് വെച്ചിട്ട് പോകുന്നതാണ്. നമ്മൾ ഓരോരുത്തരെ ഏൽപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇതുപോലെ കേബിൾ ലൈൻസ് ഉണ്ടെന്ന് കാണിക്കാൻ, അങ്ങനെയൊക്കെ പല കാര്യത്തിനാണ് ഓരോ ഫ്ലാഗ് വെച്ചിട്ട് പോകും. മാർക്കേഴ്സാണ്. ഈ കിളിയുടെ പേരാണ് ഹൗസ് ഫിഞ്ച്. ചുമപ്പും ചാര കളറും കൂടെയുള്ള. ഇതിലും ആണും പെണ്ണിനും ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ട് കളറ്. നമ്മളവിടെ സ്ഥിരം സീഡ് കഴിക്കാൻ വരുന്ന ആൾക്കാരാണ്. എൻ്റെ ഫീമെയിലാണെന്ന് തോന്നുന്നു അപ്പുറത്തുള്ള. വലിയ മേപ്പിൾ ട്രീ ആണ്. നേരത്തെ കണ്ട പോലെ ഡാർക്ക് ഗ്രീനും ലൈറ്റ് പിങ്ക് ആയിട്ടുള്ള നല്ല കോൺട്രാസ്റ്റ് കളർ. ലൈറ്റ് കളറാണ്. കേൾക്കാമോ പാട്ട് വരുന്നത്? ഈ റോബിനാണ്. രസമല്ലേ? എൻ്റെ ഫോൺ കണ്ടിട്ടൊന്ന് പകച്ചു. ഇടയ്ക്ക് പാട്ടത്തിൽ നിന്നു. ഭാഗ്യത്തിന് പറന്നു പോയില്ല. പാട്ട് തുടരുന്നു. കേൾക്കാനുള്ള സുഖം മാത്രമല്ല, അവരുടെ മുട്ടകൾ ഒരു പ്രാവശ്യം നമ്മുടെ ഒരു മരത്തിൻ്റെ ഒരു താഴ്ന്നൊരു ഭാഗത്താണ് ആക്ച്വലി മുട്ട ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇതൊരു ഭംഗിയായി കാണാൻ. നല്ല ലൈറ്റ്, നമ്മൾ ടുർക്കോയ്സ് പറയില്ലേ, പച്ചയല്ല നീലയല്ലാത്തൊരു കളർ, കൂടുതൽ നീലയാണ് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാണാൻ പറ്റി. നമ്മുടെ നാട്ടിൽ ആലോചിക്കാൻ പറ്റില്ല ഇത്രയും താഴ്ന്ന ഒരു സ്ഥലത്ത് മുട്ടയിടുന്നത്. പൂച്ചയും അതൊക്കെ കൊണ്ടുപോകില്ലേ. പക്ഷെ ഇവിടെ ആയതുകൊണ്ട് അവർക്കറിയാം അത് സേഫാണെന്ന് അവർക്കറിയാവുന്നതുകൊണ്ട് മാത്രം ആണ് അന്ന് അവിടെ ഉണ്ടായിരുന്നത്. പക്ഷെ അന്ന് ഈ പറയുന്ന വീഡിയോ എടുക്കലൊന്നുമില്ല, അല്ലെങ്കിൽ അതൊക്കെ എടുത്തേനെ. ഇപ്പോഴും കേൾക്കാം റോബിൻ്റെ കളകളാരവ്. മിക്ക ഭരതനാട്യം ടീച്ചേഴ്സും കൂടുതൽ ക്ലാസ്സും ബിസിയൊക്കെ ആവുന്നത് വീക്കെൻഡിലാണ്. എൻ്റെ കാര്യത്തിൽ നേരെ തിരിച്ചാണ്. ആദ്യം തൊട്ടേ ഞാൻ പരിപാടി ഉണ്ടെങ്കിൽ മാത്രമാണ് ക്ലാസ് കൊടുക്കുന്നത്. സൺഡേ ആണ്, പക്ഷേ എനിക്കൊരു പരിപാടി വരുന്നതുകൊണ്ട് ഒരു ക്ലാസ് ഉണ്ട്. അതിന് മുമ്പ് ഒരു നടത്തം. അതാണ് ഇന്നത്തെ ഉദ്ദേശം. മുകളിലിരിക്കാൻ കണ്ട. ഇതുവരെ എൻ്റെ കൂടെ ഈ കുട്ടി നടത്തത്തിന് ജോയിൻ ചെയ്യുന്ന വലിയ താങ്ക്സ്. അഥവാ ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യൂ. അപ്പോൾ എനിക്കറിയാമല്ലോ. കമൻറ്റ് ചെയ്യാൻ പറ്റിയെങ്കിൽ കമൻറ്റ് ചെയ്യൂ. സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റിയാൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. എന്തായാലും ഇത്രയും നേരം എൻ്റെ കൂടെ വന്നതിന് ബിഗ് താങ്ക്സ്. അപ്പോൾ ഇനിയും ഇതുപോലെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിലോ, പൂക്കളും കിളികളും മരങ്ങളും ചെടികളും പ്രകൃതിയൊക്കെ ആയിട്ട് ഇനിയും കാണാം.
ഓക്കെ ബൈ.